ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഡൗൺ മൊമെൻ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു റിട്രേസ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് മേലിലേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഈ ഒരു 940 ക്യാൻഡിലെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇപ്പോൾ ഫോം ചെയ്ത ഹാമർ ക്യാൻഡിലിൻ്റെ അവിടുന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് താഴോട്ട് വരും എന്നാണ് ഒരു അസംഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു ഫിബോ ഡ്രോ ചെയ്താലും അതും വന്നിട്ട് 0.68% ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഞാൻ ഈ ഒരു ട്രേഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത ഒരു 1000+ ഒരു ലോസ് റൺ ചെയ്യുകയാണ്. വലിയ ഇതില്ലാതെ തന്നെ ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ നോക്കാം, ഇവിടെ എങ്ങനെ ക്യാൻഡിൽ ബിഹേവ് ചെയ്യുന്നു നോക്കിയിട്ട് ആ ഒരു ക്യാൻഡിലിൻ്റെ ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒന്ന് പ്ലോട്ട് ചെയ്താൽ ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. 2000 സംതിങ്ങിൻ്റെ ലോസ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ മേളിൽ നമ്മൾ കൊടുക്കുന്നത് സാധാരണ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റുമാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാൻ ഇന്ന് അത്രയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പം ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്തേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 52 ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഒരു 0.6% വരെ മാർക്കറ്റ് റൺ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പം ആ ഒരു ബ്രേക്ക് ഔട്ട് ഫേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിൽ നിൽക്കാം, നോക്കാം. നമ്മുടെ CPR പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ CPR അവിടുന്ന് എക്സാക്ട്ലി സെൻട്രൽ CPR അവിടുന്ന് താഴേന്ന് റെസിസ്റ്റൻസ് എടുത്താണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ജസ്റ്റ് മേലിലേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബൈ ചെയ്ത് സെൽ ചെയ്ത് വെച്ചവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വീക്ക് സെല്ലേഴ്സിനെ എല്ലാം മാറ്റിയിട്ട് താഴത്തോട്ട് വരാനാണ് കൂടുതൽ ചാൻസസ് എപ്പോഴും കാണാറുള്ളത്. പക്ഷേ നമ്മളും അതുകൊണ്ട് ചിലപ്പം മാർക്കറ്റ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ലോസ് ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളുടെ ആ ഒരു ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നൊരു പെട്ടെന്നൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായാൽ തന്നെ നമുക്ക് ചിലപ്പം ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും കൊടുക്കാനായിട്ടൊരു സ്പേസ് ചിലപ്പം മാർക്കറ്റ് തന്നൊന്നും വരില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് നോക്കേണ്ടി വരും. ഏതായാലും നമ്മളൊരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വന്നാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാമെന്നാണ് തോന്നുന്നത്. നമ്മളെപ്പോഴും ഒരു ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു 1-2 ട്രേഡുകളിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. അതായിരിക്കും വളരെ ഒരു കൺവീനിയൻ്റ് ആയ ഒരു ട്രേഡിംഗ് മെത്തേഡ്. പിന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക. ആ സ്റ്റോപ്പ് ലോസിൽ മാക്സിമം ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ലെവലിനെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങിയേക്കാം. അതിൻ്റെ അകത്ത് എത്ര പോയിൻ്റ് ആയാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. കാരണം ഈ CPR ഒരു ഇത് പറഞ്ഞില്ല. ഇനി അല്ലെങ്കിൽ ഏറ്റവും മേളിൽ പോയി CPR ബ്രേക്ക് ഔട്ട് ചെയ്ത് മേളിൽ പോയി പിന്നെ അവിടുന്ന് ഒരു ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അവിടെ ഒരു നമ്മുടെ EMI സപ്പോർട്ടും ഉണ്ട്. ഏകദേശം നമ്മുടെ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. നല്ലതാണെങ്കിൽ എടുക്കും. 500-600 ലോസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഏതായാലും നമ്മളുടെ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത്
എല്ലാ ദിവസവും നമ്മുടെ പ്രോഫിറ്റ് ആകണം എന്ന് ഒരു കാര്യമില്ല. പക്ഷേ ഈ ട്രേഡിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ഇല്ല. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 940 ഉണ്ടായ ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. കാരണം അപ്പോൾ അവിടെ പിന്നെ ഒരു CPRൻ്റെ ഒരു റെസിസ്റ്റൻസും കൂടെയുണ്ട്. കുറച്ച് മേളിലോട്ട് പോയി ഇട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും താഴത്തോട്ട് പോകുന്നില്ല. കണ്ടോ, മാർക്കറ്റ് നോക്കി കാണാൻ പറ്റും. ഇപ്പോഴും നമ്മൾ ലോസിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, എഗനിസ്റ്റ് മാർക്കറ്റ് പോയാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. നമ്മുടെ സാധാ കൊടുക്കുന്ന ഒരു 38 പോയിൻറ്റ്സിൻ്റെ തന്നെ സ്റ്റോപ്പ് ലോസ് ഏകദേശം നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇതിനെ ബ്രേക്ക് ചെയ്തെങ്കിലും പ്രീമിയത്തിൻ്റെ ഒരു ഹൈപ്പ് വെച്ചിട്ട് നമ്മളെടുത്ത കോസ്റ്റ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോസ്റ്റിൻ്റെ താഴത്താണ് റൺ ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയത്തിലുണ്ടായ ഒരു ഹൈപ്പ് കൊണ്ടാണ്. ഇവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ മൊമെൻറ്റം ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ലൊരു ലോസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 800-700ൻ്റെ ലോസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. തിരിച്ച് മാർക്കറ്റിനെ നോക്കിയാൽ കണ്ടോ, EMIന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. EMIന്ന് സപ്പോർട്ട് എടുത്ത് 2000-3000ൻ്റെ ലോസിലേക്ക് എത്തുന്നുണ്ട്. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 3000ൻ്റെ ലോസാണ്. നമ്മളുടെ ആ ലൈനെ അത് ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ബ്രേക്ക് ചെയ്ത് നമ്മൾ വിചാരിച്ച് എക്സിറ്റ് ചെയ്യുമ്പോഴായിരിക്കും തിരിച്ച് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈനിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം. ഇനി അല്ല റിവേഴ്സിലാണ് വരുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്ത ഉടനെ എക്സിറ്റ് ചെയ്യണ്ട. കാരണം ചിലപ്പം ഒരു കുഴപ്പമില്ല, പിന്നെ അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിലും ഫോം ചെയ്താൽ മതി. അത് കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ ഇറങ്ങുക, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കില്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഓവർ ട്രേഡിങ് എന്നുള്ളതും സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ മാർക്കറ്റിൽ വെരി 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 ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കുറേ നാളും കൂടെ മാർക്കറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതെ എത്ര ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നോക്കിയാലും ഓക്കെ ഫൈൻ, നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല. സോ ലോസ് ആവും, ഓക്കെ ഫൈൻ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പ്രോഫിറ്റ് ആക്കാം, അല്ലെങ്കിൽ മറ്റന്നാളാക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് മാക്സിമം നമ്മൾ മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്ന സ്ഥലത്താണ് വന്ന് അടിക്കുന്നതെങ്കിൽ നമ്മളതിനെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഇറങ്ങുക. ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഇറങ്ങുക. രണ്ടിലും ഗ്രീഡിനെസ് കാണിക്കാതിരിക്കുക. മീൻസ് മേളിലേക്ക് പോയി ഇപ്പോൾ താഴോട്ട് വരും, ചിലപ്പോൾ താഴോട്ട് വന്നേക്കാം, പക്ഷേ നമുക്കതറിയണ്ട. നമ്മൾ വെച്ച ആ സ്റ്റോപ്പ് ലോസിൻ്റെ മേളിൽ പോയിട്ട് താഴെ വന്നാലും നമ്മളുടെ അല്ല ആ ട്രേഡ് എന്ന് വിചാരിക്കുക. അത്രയും അകത്തുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു നമ്മളുടെ ഒരു ട്രേഡ് എടുത്ത പോയിൻ്റിൽ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ലോസിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ ഒരു കുഴപ്പമില്ലാത്ത തന്നെ ഒരു ലോസിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്നൊരു മൊമെൻറ്റം മേലിലേക്ക് വരാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ഇപ്പോൾ താഴോട്ട് മാർക്കറ്റ് വീഴേണ്ട സമയം കഴിഞ്ഞു. നമുക്കൊരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം 326ഉം 27ഉം. ഓക്കെ, 27ഉം ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് മേലിലേക്കൊരു ഹൈപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യാം, ഇറങ്ങാം. എന്നിട്ട് പിന്നെ അടുത്തൊരു ട്രേഡോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് നോക്കാം. ഈ ആഴ്ച എനിക്ക് അത്രയും വലിയൊരു പ്രോഫിറ്റബിൾ വീക്ക് അല്ലായിരുന്നു. ഇന്നും കൂടെ ഇപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ വളരെ ഒരു ഡിസിപ്ലിൻ ട്രേഡ് എന്ന രീതിയിൽ യെസ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് സൈഡ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്.
ഏകദേശം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 5